കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തിന് തടയിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുന്നണി വിടരുതെന്ന് റോഷി അഗസ്റ്റിനോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇതോടെ പാർട്ടി പിളർന്നാലും ഇടതിനൊപ്പമെന്ന് റോഷി നിലപാടെടുത്തു. CPM നീക്കം അറിഞ്ഞതോടെ മുന്നണി മാറ്റ നീക്കം ജോസ് കെ മാണി ഉപേക്ഷിക്കുകയായിരുന്നു. കേരള കോൺഗ്രസിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി നാളെ കോട്ടയത്ത് ചേരും. സേഫ് സൈനുലാബ്ദീൻ വിവരങ്ങൾ നൽകാനുണ്ട്. സൈഫ, ഈ റോഷി അഗസ്റ്റിൻ നിലവിൽ നിലപാടിൽ നിന്ന് വ്യതിചലിക്കാത്തത് അത് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കൊണ്ടാണ് എന്നാണോ? അതെ, മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കാരണം കേരള കോൺഗ്രസ് എമ്മിന് മുന്നണിയിൽ കൊണ്ടുവരാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ അന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനുമാണ് മുൻകൈയെടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇടതു മുന്നണിയിലേക്ക് വരുന്നത്. പിന്നീട് ഓരോ വിഷയത്തിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ ഉന്നയിച്ചാൽ അതാത് സമയങ്ങളിൽ പരിഹരിച്ചു പോകുന്ന രീതി CPM ഉൾക്കൊണ്ടിരുന്നു. രാജ്യസഭാ സീറ്റ് സാധാരണഗതിയിൽ സീറ്റ് അങ്ങനെ CPM ആർക്കും വിട്ടുകൊടുക്കുന്നതല്ല. രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണി ഒഴിഞ്ഞപ്പോൾ അത് അവർക്ക് തന്നെ വീണ്ടും നൽകാൻ, അത് CPMന്റെ സീറ്റായിരുന്നു, അത് അവർക്ക് തന്നെ വീണ്ടും നൽകാനുള്ള തീരുമാനമെടുത്തു. ഇങ്ങനെ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. 3 മേഖലാ ജാഥകൾ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ ഒന്നിന്റെ ക്യാപ്റ്റൻ ജോസ് കെ മാണിയാണ്. ആ ആൾ തന്നെ, അയാളുടെ പാർട്ടി തന്നെ മുന്നണി വിട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന തിരിച്ചടിയെക്കുറിച്ച് ഉത്തമമായ ബോധ്യം മുഖ്യമന്ത്രി പിണറായി വിജയന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് റോഷി അഗസ്റ്റിനോട് മുന്നണി വിട്ടു പോകരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. കേരള കോൺഗ്രസിന് ആവശ്യമായ പരിഗണന എല്ലാ ഘട്ടത്തിലും നൽകിയിട്ടുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി മുഖ്യമന്ത്രി നടത്തി. ഇതോടുകൂടിയാണ് പാർട്ടി പിളർന്നാലും മുന്നണി വിട്ടു പോകില്ല എന്നുള്ള ഉറപ്പ് റോഷി അഗസ്റ്റിൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയത്. ജോസ് കെ മാണി ഈ നീക്കം മനസ്സിലാക്കി മുന്നണി വിട്ട് UDF ചേരുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടി പിളരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നണി മാറ്റ നീക്കങ്ങൾ വേണ്ടെന്ന്, തൽക്കാലത്തേക്ക് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ജോസ് കെ മാണി എത്തിച്ചേർന്നത്.